നമസ്കാരം. അപ്പൊ നമ്മുടെ 10th പ്രിലിംസിന്റെ മാരത്തോൺ അതുപോലെ അനാലിസിസ് വീഡിയോയുടെ ഒക്കെ താഴെ സ്ഥിരമായിട്ട് വരുന്ന ഒരു കമന്റ് ആയിരുന്നു 10th ലെവൽ മെയിൻസിന്റെ കോഴ്സുകളൊന്നും സൈലം തുടങ്ങുന്നില്ല എന്നുള്ള കുട്ടികളുടെ പരാതി. അപ്പൊ ആ പരാതി നമ്മൾ ഇന്ന് തീർക്കാൻ പോവാണ്. പുതിയ നമ്മുടെ ബാച്ച് 10th ലെവൽ മെയിൻസിന്റെ ബാച്ച് ആണ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാനും എബിൻ സാറും വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ബാച്ചിലുള്ളത്, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ബാച്ച് എന്ന് പറഞ്ഞ ഒരു ക്രാഷ് ബാച്ച് ആണ്. നമുക്കൊരു ഒത്തിരി സമയം സാധാരണ ഒരു മെയിൻസ് ബാച്ചിന് കിട്ടുന്ന പോലെ അത്രയും സമയം പഠിക്കാൻ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധ്യതയില്ലല്ലോ, 5-6 മാസമൊക്കെ മേ ബി സാധ്യത. അതുകൊണ്ട് ഒരു ക്രാഷ് ബാച്ച് ആയിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. എന്ന് സാറേ ബാച്ച് തുടങ്ങുക? ബാച്ച് 12-ാം തീയതി ഫെബ്രുവരി 12-നാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ലൈവ് പ്ലസ് റെക്കോർഡഡ് രീതിയിൽ വരുന്ന ഒരു ക്രാഷ് ബാച്ച് ആയിരിക്കും നമ്മുടെ. ഇത് നമ്മളിപ്പോ പ്രിലിംസ് എക്സാം ഒക്കെ നമ്മള് 4 സെഷൻസ് ആയിട്ട് കഴിഞ്ഞു. മെയിൻസിന് വേണ്ടി പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടത്, അതാണ് നോക്കാൻ പോകുന്നത്. പറയും. ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പ്രിലിംസിൽ തന്നെ പഠിച്ച് നമ്മുടെ ബേസ് അവിടെ ഉണ്ട്. അതിന് പുറമെ നമ്മൾ അഡീഷണൽ ആയിട്ട് മെയിൻ ആയിട്ട് വരുന്ന 2 സബ്ജക്റ്റുകൾ ഇംഗ്ലീഷും മലയാളവും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അത് പ്രിലിംസിൽ ഇല്ലാത്ത സബ്ജക്റ്റുകളായിരുന്നു. മാത്സിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട്. പ്രിലിംസിലുള്ള അത്ര സിലബസ് അല്ല മെയിൻസിൽ വരുന്നത്. LDCയിലൊക്കെ പഠിച്ചവർക്ക് അറിയാം, കുറച്ചും കൂടെ സിലബസിൽ കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട്. അതേപോലെ മെയിൻസ് ലെവൽ എക്സാംസിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കേരള ഗവേണൻസ് ആണ്, അടുത്തത് ഇമ്പോർട്ടന്റ് ആക്ട്സ് ഉണ്ട്, പിന്നെ സാറിന്റെ സ്വന്തം ഇൻഫർമേഷൻ ടെക്നോളജി ITയും ഈ ഒരു മെയിൻസിൽ നിങ്ങൾക്ക് സിലബസിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഈ ഒരു 10th മെയിൻസ് ബാച്ച് ഏതൊക്കെ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കുള്ള ഒരു ബാച്ച് ആണ് എന്നുള്ളത് എബിൻ സാർ നിങ്ങൾക്ക് പറഞ്ഞുതരും. നമ്മള് മെയിൻ ആയിട്ട് നമുക്ക് എഴുതാൻ പോകുന്ന മെയിൻസ് എക്സാം ഏതിനൊക്കെയാണ് എഴുതാൻ പോകുന്നത്, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് എഴുതാൻ പോകുന്നത് ചോദിച്ചാൽ ഏകദേശം ഒരു 5ഓളം പോസ്റ്റുകളാണ് ഉള്ളത്. ഇതിൽ സ്റ്റോർ കീപ്പർ 2 ഉണ്ട്, പിന്നെ ഒരു അസിസ്റ്റന്റ് ടൈം കീപ്പറും ഉണ്ട്. അധികം വേക്കൻസികൾ ഉള്ള പോസ്റ്റുകൾക്ക് ഇത് പറയാൻ പറ്റിയില്ലെങ്കിലും ലാബ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റിലെ ഓഫീസ് അറ്റൻഡന്റ് ഒക്കെ വരുമ്പോൾ ധാരാളം വേക്കൻസികൾ ഉള്ള എക്സാം ആണ്. നമുക്ക് എല്ലാ എക്സാമും എഴുതാൻ പറ്റും, ഒരേ സിലബസ് ആണ്. എല്ലാ പോസ്റ്റിലേക്കും നമ്മൾ എഴുതുന്നത് ഒരേ സിലബസ് തന്നെ പഠിച്ചിട്ടാണ്. ഇതിൽ ഏതിലൊക്കെ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഈ എക്സാമുകൾക്ക് എത്ര നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ LDCക്ക് ഒക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്തു അതുപോലെ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നു, അതിന് നിങ്ങളെ നമ്മൾ മാക്സിമം സഹായിക്കുന്നതായിരിക്കും. പിന്നെ പെട്ടെന്ന് തീർക്കുന്ന രീതിയിൽ ഒരു ക്രാഷ് ബാച്ച് ലൈവ് പ്ലസ് റെക്കോർഡ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ, കാരണം പ്രിലിംസിന് നിങ്ങൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവരൊക്കെ. അപ്പൊ ഇനി മൊത്തത്തില് പുതിയ കാര്യങ്ങളും മൊത്തത്തിലൊന്ന് ബ്രഷപ്പ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ക്രാഷ് ബാച്ച് ആയിരിക്കും ഈ ഒരു ബാച്ച്. അവർക്ക് ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമോ ഈസി ആയിട്ട്, അതിനനുസരിച്ചായിരിക്കും നമ്മൾ കരിക്കുലം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ അപ്പൊ നമുക്കറിയാം നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കുറെ പേർക്ക് അറിയുന്നതായിരിക്കും. എന്നാലും നമുക്ക് ഒന്നും കൂടെ പരിചയപ്പെടാം ഏതൊക്കെ വിഷയങ്ങൾ ആരൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായി നോക്കാം. സാർ പറഞ്ഞു. നമ്മുടെ ക്യാപ്റ്റൻ മൻസൂർ അലി സാറിന്റെ കൂടെ അനന്ത് സാർ 2 പേരും ഹിസ്റ്ററി നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ബാച്ചിലുണ്ടാവും. പിന്നെ അടുത്ത മാത്സ് കൈകാര്യം ചെയ്യാനായിട്ട് ജെറിൻ സാറുണ്ട്, കൂടെ നമ്മുടെ സ്വന്തം ഇസ്മായിൽ സാറും ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് 3 എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. ഫാരിസ് സാർ ഉണ്ടാവും, നിസാം സാർ ഉണ്ടാവും, അതുപോലെ സുമി മാമും ചേർന്നിട്ടായിരിക്കും ഇംഗ്ലീഷിന്റെ ഗ്രാമറും വൊക്കാബുലറിയും. ഇതിൽ പുതുതായിട്ട് വരുന്ന ഒരു ഭാഗമാണ്, പ്രിലിംസിൽ ഇല്ലാത്ത ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗം പഠിച്ചു തുടങ്ങായിരിക്കും. പിന്നെ മലയാളം അതേപോലെ തന്നെയാണ്. മലയാളത്തിന് നിങ്ങൾക്ക് സജി മാം ഉണ്ടാവും, അതുപോലെ വിഷ്ണു സാറും ചേർന്നായിരിക്കും മലയാളം നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. കറണ്ട് അഫേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2 അധ്യാപകരാണ് നിങ്ങൾക്കുള്ളത്. അതിൽ പ്രമോദ് സാറും ഉണ്ട്, പ്രദീപ് സാറും ഉണ്ട്. പ്രമോദ് സാർ കറണ്ട് അഫേഴ്സ് മാത്രമല്ല നമ്മുടെ ലിറ്ററേച്ചർ, ആർട്സ്, സ്പോർട്സ് ആ ഭാഗവും കൈകാര്യം ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് എത്തുന്നത് ആനന്ദ് സാറാണ്. സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഭാഗം കൈകാര്യം ചെയ്യുന്നത്, കേരളം ഭരണം സംവിധാനങ്ങൾ ആ ഭാഗമൊക്കെ കൈകാര്യം ചെയ്യുന്നത്, ഇമ്പോർട്ടന്റ് ആക്സും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആനന്ദ് സാർ ആയിരിക്കും. പിന്നെ അടുത്ത സബ്ജക്റ്റുകൾ പറയുകയാണെങ്കിൽ സാറിന്റെ സ്വന്തം ജോഗ്രഫി ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ പുതുതായി വന്ന കമ്പ്യൂട്ടറിന്റെ ബേസിക്സ്, അതുപോലെ IT എന്ന് പറഞ്ഞ ടോപ്പിക് മെയിൻസിലുള്ള ടോപ്പിക്. ജോഗ്രഫിക്ക് എബിൻ സാറെ ഹെൽപ്പ് ചെയ്യാൻ സൂരജ് സാർ 2 പേരും ചേർന്നായിരിക്കും നിങ്ങൾക്ക് ജോഗ്രഫി എടുക്കുന്നത്. അതുപോലെ തന്നെ എക്കണോമിക്സിനായിട്ട് നിങ്ങൾക്ക് ശരത് സാർ ആയിരിക്കും ഈ ഒരു ബാച്ചിൽ എക്കണോമിക്സ് എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ സയൻസിന്റെ ടോപ്പിക്സുകളാണ് ഉള്ളത് ഇനി വരുന്നത്. ഇപ്പൊ കെമിസ്ട്രിക്ക് ദീപിക മിസ് ഉണ്ട്, അതുപോലെ സരിത് ലാൽ സാറും കെമിസ്ട്രി 2 പേരും ചേർന്നെടുക്കുന്നു. അതുപോലെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞ ടോപ്പിക് നിങ്ങൾക്ക് എടുക്കുന്നത് സ്വാതി മാം ആയിരിക്കും. ഫിസിക്സ് കൈകാര്യം ചെയ്യാനായിട്ട് സിബി സാർ ഉണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം വിദ്യാഭ്യാസം ഫിസിക്സ് ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ കൂടെ ഈ യാത്രയിൽ ഉണ്ടാവുക, ഇവരായിരിക്കും. ഇനി പറയാനുള്ളത് നമ്മുടെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ഈ ബാച്ചിന്റെ കൂടെ അല്ലെങ്കിൽ ഈ കോഴ്സിന്റെ കൂടെ വരുന്ന ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഇതൊരു ലൈവ് പ്ലസ് റെക്കോർഡഡ് ബാച്ച് ആണ്. നമ്മൾ നോർമലി ചില ബാച്ചുകളൊക്കെ ലൈവ് ഓൺലി ആണ്.
ഇത് നമുക്ക് ചെറിയ സമയമായതുകൊണ്ട് കുറച്ച് ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയിട്ടും ഉണ്ടാവും. അതുപോലെ ഒരു ക്രാഷ് ബാച്ച് ആണ്. ഒരു നിശ്ചിത സമയത്തിൽ നമ്മൾ സിലബസ് മൊത്തത്തിലൊന്ന് ഓടിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ വേറെ എന്തൊക്കെ പ്രത്യേകതകൾ? റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ധാരാളം ഈ കൂടെ ഉണ്ടാവും. പിന്നെ നോർമലി നമ്മുടെ ബാച്ചുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണോ അതെല്ലാം ഇവിടെയും കിട്ടുന്നതായിരിക്കും. ഈ ബാച്ചിന്റെ ഫീസ് ആണ് ഇനിയിപ്പോ നിങ്ങൾ നോക്കുന്ന ഒരു കാര്യം. ക്രാഷ് ബാച്ച് ആണ്. അപ്പോൾ വളരെ ചെറിയൊരു ഫീസിലാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് കിട്ടുക. എത്ര സാർ ഇതിന്റെ ഫീസ്? ഫീസ് 999 രൂപ മാത്രമാണ്. ഒരു മെയിൻസ് എക്സാമിന് നമ്മൾ ഈ ഫീസിൽ ലോഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ കിട്ടുന്ന ഫെസിലിറ്റീസും നമ്മുടെ അധ്യാപകരുടെ ഫാക്കൽറ്റീസും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് തികച്ചും നമ്മുടെ ഫീസ് കൂടുമെന്നായിരുന്നു എല്ലാവർക്കും ഉള്ള പേര്. ആക്ച്വലി LDC നമ്മൾ 1500 നമ്മുടെ ബാച്ച് ഉണ്ടായിരുന്നു. ഇത് അതിലും കുറഞ്ഞ വളരെ കുറഞ്ഞ ഫീസാണ്. 1000 താഴെ 999 രൂപക്കാണ് നമ്മുടെ ഈ ഒരു 10th ലെവൽ മെയിൻസിന്റെ ക്രാഷ് ബാച്ച് ലഭിക്കുക. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവർക്ക് വിളിക്കാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 999500 800. അതുപോലെ ബാച്ച് തുടങ്ങുന്ന ദിവസം മറക്കണ്ട, 12 ഫെബ്രുവരി 2025. അപ്പൊ തുടങ്ങുന്ന അന്ന് തന്നെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് എല്ലാവരും എന്ത് ചെയ്യാം, നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ കൊണ്ടുപോകാം. അപ്പോൾ ഈ എക്സാമുകളെല്ലാം എല്ലാവരും ക്രാക്ക് ചെയ്യട്ടെ, ഉഷാറായിട്ട് എല്ലാവരും പഠിക്കും. നമ്മുടെ എല്ലാവിധ ആശംസകളും ഇതിനുശേഷം ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.